ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെടുകയാണെങ്കിൽ എന്താണ് നമ്മുടെ കാസർഗോഡിന്റെ ഭാവി എന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ കണ്ണുകൾ ആരും മൂടിക്കെട്ടും. 60 കിലോമീറ്ററിന് ശേഷമാണ് മറ്റൊരു ടോൾ ഗേറ്റ് ഉണ്ടാവുക എന്ന്. ഇതൊക്കെ ആരുടെ പണമാണ്? ഇങ്ങനെ വളരെ ധൃതിയിൽ ഇങ്ങനെ ഒരു ടോൾ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആവശ്യം എന്താണെന്ന്. അതുകൊണ്ട് തന്നെ കാസർഗോട്ടെ ജനങ്ങളെ എക്കാലത്തും വിഡ്ഢികളാക്കി കൂപവണ്ടൂകങ്ങളാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാസർഗോഡ് ജില്ലയെ കാലങ്ങളായിട്ട് അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളായി മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുമ്പളയിലെ ടോൾ ഗേറ്റുമായിട്ടുള്ള ഇഷ്യൂ. അതായത് നമ്മുടെ കാസർഗോഡ് ജില്ലയെ കണക്കാക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജാഥ തുടങ്ങാൻ വേണ്ടിയുള്ള മാത്രം ഒരു ജില്ലയായിട്ടാണോ? അതായത് പറഞ്ഞു വരുന്നത് കുമ്പളയിലെ ടോൾ ഗേറ്റ് പുതിയതായി താൽക്കാലികമായി ഉണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് ദിവസങ്ങളായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ, മതരാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ പൊതുനിരത്തിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ കാസർഗോഡിനെ അവഗണിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ജനകീയ പ്രശ്നം കൂടി കണ്ടില്ല എന്ന് തന്നെയാണ് നടിക്കുന്നത്. ദേശീയപാതയുടെ മാർഗനിർദ്ദേശങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് 60 കിലോമീറ്ററിന് ശേഷമാണ് മറ്റൊരു ടോൾ ഗേറ്റ് ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തലപ്പാടിയിലെ ഒരു ടോൾ ഗേറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടോൾ ഗേറ്റ് വരാൻ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് പെരിയക്കടുത്തുള്ള ചാലിങ്ങാലിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം. തലപ്പാടി കഴിഞ്ഞാൽ 20 കിലോമീറ്ററിന് ശേഷമാണ് കുമ്പളയ്ക്കടുത്തുള്ള പുതിയൊരു ടോൾ ഗേറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്നത്. അതായത് താൽക്കാലികമായ ടോൾ ഗേറ്റ് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് എങ്കിലും അതിന് വളരെ വ്യക്തമായ ഒരു ചെലവുകളുണ്ട്. ഒരു നിശ്ചിത മാസത്തിന് ശേഷം അത് പൊളിച്ചു മാറ്റും എന്ന് പറയപ്പെടുമ്പോൾ ഇത്രയും ഭീമമായ തുക ഉപയോഗിച്ച് ഇങ്ങനെ വളരെ ധൃതിയിൽ ഇങ്ങനെ ഒരു ടോൾ ഗേറ്റ് ഉണ്ടാക്കിയേണ്ട ആവശ്യം എന്താണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇതൊക്കെ ആരുടെ പണമാണ്? നമ്മുടെ നികുതി പണം എടുത്തിട്ടാണ് ഇത്രയും തുക ഉപയോഗിച്ച് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളിവിടെ ഓരോ ടോൾ ഗേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനുശേഷം പണപ്പിരിവ് തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായിട്ട് പരിപൂർണമായിട്ട് റോഡ് വിട്ടുകൊടുത്തതിന് ശേഷമാണ് ടോളുകൾ ആരംഭിക്കേണ്ടത്. എന്തുകൊണ്ട് വളരെ ധൃതിയിൽ ഇത്ര പെട്ടെന്ന് ജനങ്ങളിൽ നിന്ന് പണം പിരിക്കാൻ ആരംഭിക്കുന്നു എന്നുകൂടി നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ജനങ്ങളുടെ ഈ ഒരു പ്രക്ഷോഭവും പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടം കണ്ടില്ല എന്ന് നടിക്കുന്നു? ഇതൊക്കെയും കാണാഞ്ഞിട്ടാണോ അതോ കണ്ണുമൂടി കെട്ടിയിരിക്കുകയാണോ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ? DDC കൗൺസിൽ ചേർന്നപ്പോൾ, അതായത് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിൽ ചേർന്നപ്പോൾ അവിടെ തീരുമാനമുണ്ടായത് ഒരു കാരണവശാലും ഈ ഒരു ടോൾ ഗേറ്റ് ഇവിടെ സ്ഥാപിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല നമ്മൾക്ക് അറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്തത് ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? കാസർഗോഡ് എന്താ കേരളത്തിൽ അല്ലേ? ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ അന്തിച്ചർച്ചകൾ ബഹളമുണ്ടാക്കുന്ന ചാനലുകൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല? നിങ്ങളുടെയൊക്കെ കണ്ണുകൾ ആര് മൂടിക്കെട്ടുന്നു? നിങ്ങളുടെ വായ ആര് മൂടിക്കെട്ടുന്നു? അതിനുള്ള വ്യക്തമായ മറുപടി ഇവിടുത്തെ നിസ്സഹായരായ ജനങ്ങളോട് ഇവിടുത്തെ മാധ്യമങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട്. കാസർഗോഡിൽ നിന്ന് നമ്മൾക്കൊന്ന് മംഗലാപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് 2 ടോളാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് മംഗലാപുരത്തേക്ക് ദിവസം പോകണം എന്നുള്ളത്. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം കൂടി തന്നെയാണ്. കാര്യം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒന്ന് ആശുപത്രിയിൽ പോകാൻ എന്താണ് കാസർഗോഡിൻ്റെ അകത്ത് ഉള്ളത്? ഒരു വികസനമുണ്ടോ? നല്ലൊരു ആശുപത്രി ഉണ്ടോ? നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടോ? സ്പോർട്സ് കൗൺസിലുകളുണ്ടോ? അത്തരം നമ്മൾക്ക് കിട്ടാത്ത ഒരുപാട് സാധ്യതകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വളരെ നിർബന്ധപൂർവം നമ്മൾക്ക് മംഗലാപുരത്തേക്ക് പോവേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ നേരിടേണ്ട സാമ്പത്തിക ബാധ്യതകൾ, നമ്മൾക്കൊരു എയർപോർട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റു സഞ്ചാരയോഗ്യമായ മാർഗങ്ങളുണ്ടോ? അതൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രവാസികളും മിക്കവാറും 95% കാസർഗോട്ടെ പ്രവാസികളും ഉപയോഗിക്കുന്നത് മംഗലാപുരം എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ നിന്ന് വന്ന് അപ്രോച്ച് റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ നേരിടേണ്ടി വരുന്നത് 2 ടോളുകളാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമല്ലേ,
ഇവിടുത്തെ MP MLA ഒക്കെയും പഞ്ചായത്ത് ഭരണകൂടങ്ങളും ഒക്കെയും മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത് സാധാരണമായി പറയുകയാണെങ്കിൽ ഒരു കുമ്പളക്കാരുടെ പ്രശ്നമല്ല, ഇത് കാസർഗോഡിന്റെ മൊത്തത്തിലുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് പ്രബുദ്ധരായ കാസർഗോട്ടെ ഓരോ ജനങ്ങളും ഓരോ യുവാക്കളും ഇതൊരു ക്യാമ്പയിനായിട്ട് എടുക്കണം. അതായത് നമ്മൾക്ക് കിട്ടാത്ത പലതുണ്ട്, അത് എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ബാധ്യതകൾ നമ്മുടെ ചുമലിൽ കെട്ടിവെക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ട കാസർഗോട്ടുകാർ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സിനിമയിലും മറ്റുമൊക്കെ കാണുന്നുണ്ട്, അതായത് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നത് കാസർഗോട്ടേക്കാണ് എന്നുള്ളതാണ്. അത്രയ്ക്കും അധപ്പതിച്ചു പോയോ നമ്മുടെ കാസർഗോഡ്. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. കാസർഗോട്ടെ യുവതലമുറ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. പുതിയ നവോത്ഥാനങ്ങൾ കാസർഗോട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. കാസർഗോട്ട് വന്നാൽ നേരിട്ട് കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കാസർഗോട്ടെ ജനങ്ങളെ എക്കാലത്തും വിഡ്ഢികളാക്കി കൂപമണ്ടൂകങ്ങളാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇത്രയും ജനകീയമായ പ്രശ്നങ്ങൾ ഇവിടെ കാസർഗോഡിന്റെ അകത്ത് തന്നെ നടക്കുമ്പോൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെയും കണ്ണും മൂടിക്കെട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മൊബൈൽ ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്തിച്ചർച്ചയിലെടുത്ത് ഡിസ്കസ് ചെയ്യാനാണ് അവരുടെ താല്പര്യം. എന്തുകൊണ്ട് ജനകീയമായ പ്രശ്നങ്ങളിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും വരുന്നില്ല? എന്തുകൊണ്ട് കാസർഗോട്ടേക്ക് കണ്ണോടിക്കുന്നില്ല? നിങ്ങളുടെയൊക്കെ ഇവിടുത്തെ ധാർമ്മികമായ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും ഞങ്ങൾക്ക് നേരെ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു? എന്തുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു താല്പര്യം, ഈ ഒരു ധൃതി എന്തുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റും ആൾക്കാരെ ഒന്നും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട കാസർഗോട്ടുകാരെ മിഷൻ 14 കാസർഗോഡ് എന്ന് പറയുന്ന ആ ഒരു ഐക്യം നമ്മൾക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾക്ക് എയിംസുകൾ വരുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് മെഡിക്കൽ കോളേജ് കിട്ടുന്നില്ല? എന്തുകൊണ്ട് സ്പോർട്സ് അക്കാഡമികൾ കിട്ടുന്നില്ല? ഈ ഒരു ടോൾ ഗേറ്റിന്റെ മാത്രം ഇഷ്യൂ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പുതിയ ജനങ്ങൾ, യുവജനങ്ങളെങ്കിലും മിഷൻ കാസർഗോഡ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ക്യാമ്പയിൻ, നമ്മുടെ പുതിയൊരു നവോത്ഥാനം തുടങ്ങാനെങ്കിലും പുതിയൊരു ജനങ്ങൾ ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള അവഗണനകൾ മാത്രമാണ് കാസർഗോഡിന് തരുന്നത് എങ്കിൽ കാസർഗോഡ് എന്ന ഒറ്റ ശീർഷകത്തിൽ, അതായത് ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, സംഘടനയില്ല, മറ്റു ഒന്നും തന്നെയില്ല, ഒറ്റ ഒരു കൊടി മാത്രമേ ഉള്ളൂ ഞങ്ങൾ കാസർഗോട്ടുകാർ. ആ ഒരു കൊടിയുടെ കീഴിൽ ഞങ്ങൾ അണിനിരന്ന് പ്രതിഷേധിച്ചു തുടങ്ങിയാൽ ഒരൊറ്റ ഒരു ഭരണകൂടത്തിന് പോലും ഞങ്ങളെ തടയാൻ സാധിക്കില്ല എന്നും കൂടെ മുന്നറിയിപ്പും ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ നിർത്തുന്നു.